ആലപ്പുഴ തീരത്ത് ഒരാഴ്ചക്കിടെ മൂന്നാം തവണയും ഡോൾഫിന്റെ ജഡം അടിഞ്ഞു. അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങൾക്ക് ശേഷം വലിയ മത്സ്യങ്ങളുടെ ജഡം തീരത്ത് അടിയുന്നത് പതിവാവുകയാണ്. എന്നാൽ ഡോൾഫിനുകൾ ചത്തതിൽ അസ്വാഭാവികതയില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. പുന്നപ്ര തീരത്തു മാത്രം ഇത് മൂന്നാം തവണയാണ് ഡോൾഫിന്റെ ജഡമടിയുന്നത്. വാവക്കാട്, ചള്ളി തീരങ്ങളിലാണ് ഇവയെ കണ്ടത്. മുഖത്തും ശരീരത്തും പരിക്കേറ്റ പാടുകളും രക്തം വാർന്ന നിലയിലുമായിരുന്നു ജഡം. മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെ ലഭിച്ച സാമ്പിളുകളുടെ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. പുന്നപ്ര പഞ്ചായത്തിൻ്റെ കീഴിൽ 2 വാർഡിൽ ഇതൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. 14, 15 അവിടെ നമ്മൾ ചെന്ന് കണ്ട് അത് പിന്നെ വില്ലേജിൽ നിന്ന് ഓഫീസർ വന്ന് ഫോറസ്റ്റുകാർ വന്ന് എല്ലാവരും വന്ന് മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർ വന്ന് അവർ വന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് മറവ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്ന് യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഇത്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇപ്പം നിരന്തരം ഇപ്പോൾ ഈ കപ്പൽ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കിട്ടുന്ന മീൻ വലയെ കുടുങ്ങി അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ച് എന്തെങ്കിലും രോഗം ഉണ്ടാകുന്ന ഓർത്തിട്ട് മാത്രമാണ് ഇതിന്റെ ഒരു പരിശോധനയ്ക്ക് വിടുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കടൽ പ്രക്ഷുബ്ധമാകുന്നതും കപ്പലുകളിൽ ഇടിക്കുന്നതുമൊക്കെയാകാം ഡോൾഫിനുകൾ ചാകുന്നതിന് പിന്നിലെന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. ഇതിനു മുമ്പ് ഡോൾഫിൻ അടിച്ചിട്ടുണ്ട്, ഇതുപോലെ തിമിംഗലം അടിച്ചിട്ടുണ്ട്. അത് കപ്പൽ താഴ്ന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങുന്ന എണ്ണ അപ്പം തന്നെ ഒഴുകി മാറും. ഇത്രയും വിശാലമായ സമുദ്രത്തിൽ നിന്ന് ആ സാധനം അവിടെ തന്നെ കെട്ടിക്കിടക്കത്തില്ല. അതൊഴുകി എവിടെയേ പോകും. പോയി കഴിഞ്ഞാൽ അവിടെ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഇവിടെ മത്സ്യസമ്പത്തിനും യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഡോൾഫിൻ ചാകുന്നത് ഇപ്പോഴല്ല, മുൻപും ചെന്നിട്ടുണ്ട്, ഒത്തിരി അടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തിമിംഗലം ഇതിനു മുമ്പ് ഒരുപാട് അടിഞ്ഞിട്ടുണ്ട്. പല പാട്ടിൽ 2-3 ഒക്കെ അടിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങൾക്ക് ശേഷം തീരപ്രദേശങ്ങളിൽ വലിയ മത്സ്യങ്ങളുടെ ജഡം കാണുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. കടൽ മത്സ്യങ്ങൾ കഴിക്കരുതെന്ന് വ്യാപക പ്രചാരണവും നടക്കുന്നു. എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ആശങ്ക വേണ്ട എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.